أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أننا نزلنا إليهم الملائكة وكلمهم الموتى وحشرنا عليهم كل شيء قبلا إلى آخر الآية. അടുത്തത് എട്ടാമത്തെ ജുസ് വലൗ അന്നന. കഴിഞ്ഞ ജുസിൽ നമ്മൾ മുശ്രിക്കീങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുപാട് മുഅ്ജിസത്തുകൾ കാണിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ വിവരിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി കൊടുത്തതൊക്കെ പറയും. അതുപോലെ തന്നെ ഇവിടെയും അതുപോലൊരു കാര്യമാണ് പരാമർശിക്കുന്നത്. എത്ര മുഅ്ജിസത്ത് കാണിച്ചാലും ഇവരെന്ത് ദീനിലേക്ക് കടന്നു വരില്ല. എത്രത്തോളം മരിച്ചവർ എഴുന്നേറ്റ് വന്ന് പറഞ്ഞാൽ പോലും വഹശർന അലൈഹിം കുല്ല ഷൈഇൻ ഖുബ്ല മാ കാനൂ ലിയുഅ്മിനു ഇല്ലാ അൻ യശാ അല്ലാഹ്. അവരൊട്ട് വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ വിഷയമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം പറയുകയാണ്, ഭൂമിയിൽ അധികം ആൾക്കാരും വിശ്വാസികളല്ല. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ശത്രുപക്ഷത്തെ ആൾക്കാർ പല ഘട്ടങ്ങളിലും കൂടുതലായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് താങ്കൾ വിഷമിക്കേണ്ടതില്ല, താങ്കൾ തങ്ങളുടെ പ്രബോധനത്തിൽ നിരാശനാകേണ്ടതില്ല. അത് അല്ലാഹുവിൻ്റെ സംവിധാനം അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് അടുത്ത വിഷയമായി പറയുന്നത്. ശേഷം രണ്ടാമത്തെ റുക്കൂയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അവരെ ഉദാഹരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരാണ് വിശ്വാസികൾ, അതുപോലെ തന്നെ അവർക്ക് പ്രകാശമുണ്ട്. എന്നാൽ അവിശ്വാസികൾ അവർ മരിച്ചതിന് തുല്യമാണ്, ഇരുൾ അവരെ മൂടിയിരിക്കുകയാണ് എന്നുള്ള പരാമർശമാണ് അടുത്ത റുക്കൂയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. പിന്നെ മുശ്രിക്കീങ്ങളുടെ ദുരാചാരങ്ങൾ, ഇതും രണ്ടാമത്തെ റുക്കൂയിലുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കാർഷിക വിളവെടുത്തു കഴിഞ്ഞാൽ ശിർക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരാചാരങ്ങൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതിൽ നമുക്കറിയാം, മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ്. ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എന്നാലും അവർ പങ്കുകാരെയും അള്ളാഹുവിന് പങ്കുകാരെ വെക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഒരു ഓഹരി മാറ്റി വെക്കും, പങ്കുകാർക്ക് വേണ്ടി ഒരു ഓഹരി മാറ്റി വെക്കും. ഇനി പങ്കുകാരുടെ ഓഹരിയിൽ നിന്ന് അല്പം പോലും അള്ളാഹുവിൻ്റെ ഓഹരിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കൃത്യമായി അവരത് ക്ലിയറാക്കും. എന്നാൽ നേരെ തിരിച്ചാണ്, അള്ളാഹുവിൻ്റെ ഓഹരി നിന്നല്പം പങ്കുകാരുടെ ഓഹരിയിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വിഗ്രഹങ്ങളുടെ ഓഹരിയിലേക്ക് പോവുകയാണെങ്കിൽ അതവർ കൂടുതൽ ശ്രദ്ധിക്കാറില്ല എന്നുള്ള അവരുടെ ആ തെറ്റായ വിശ്വാസങ്ങളും ആ ദുരാചാരങ്ങളെക്കുറിച്ചാണ് അടുത്ത ആയത്തിലൂടെ പ്രതിപാദിക്കുന്നത്. മറ്റൊന്ന്, എന്തു ഭക്ഷിക്കാം, എന്തു ഭക്ഷിച്ചുകൂടാ, അതുപോലെ തന്നെ ആര് ഭക്ഷിക്കാം, ആര് ഭക്ഷിച്ചുകൂടാ. പ്രത്യേകിച്ച് നാൽക്കാലി മൃഗങ്ങളുടെ വിഷയങ്ങളാണെങ്കിലും അതിനകത്ത് തന്നെ അവർക്ക് ഒരുപാട് ദുരാചാരങ്ങളുണ്ട്. കഴിഞ്ഞ ജുസുലും നമ്മളത് സൂചിപ്പിച്ചതാണ്. ചില മൃഗങ്ങളെ ജ്യോത്സ്യന്മാർക്ക് മാത്രമേ ഭക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ദുരാചാരങ്ങൾ അവരുടെ ഇടയിലുണ്ട്. അതിനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി നിഷേധിച്ചുകൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തോട്ടങ്ങളെയും ദുനിയാവിൽ വെച്ച് തന്നെ തോട്ടങ്ങളെയും അതുപോലെ തന്നെ സൈത്തൂൻ, മാതളം തുടങ്ങിയ വസ്തുക്കളെ നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതുപോലെ തന്നെ മൃഗങ്ങളെയും മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചു. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു ഇത് നമുക്ക് ഹലാലാക്കി തന്ന കാര്യങ്ങൾ നമ്മളൊരിക്കലും നമ്മളുടെ ഇഷ്ടത്തിന് ഹറാമാക്കാനോ ഹലാലാക്കാനോ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടത്തിന് ഏതൊക്കെ നമുക്ക് അനുവദനീയമാണ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓരോന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം, പ്രവാചകന്മാരുടെ സന്ദേശം. എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ, അതിലെല്ലാ പ്രവാചകന്മാരും തുല്യരാണ്. ആ സന്ദേശം എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായത്തിന് നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 10 സന്ദേശങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള റുക്കുകളിലായിട്ട് അല്ലാഹു പരാമർശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായതാണ് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. രണ്ടാമത്തത് വബിൽ വാലിദൈൻ ഇഹ്സാന, മാതാപിതാക്കളോട് ഉപകാരം ചെയ്യുക, ഗുണം ചെയ്യുക, അവരെ ഉപദ്രവിക്കരുത്, അവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കരുത്. അതുപോലെ തന്നെ മൂന്നാമത്തത്, മക്കളെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊന്നുകളയരുത്.
അതുപോലെ തന്നെ രഹസ്യവും പരസ്യവുമായ എല്ലാ വൃത്തിഹീനതകളുമായ എന്തെല്ലാം പ്രവർത്തികളുണ്ടോ അത് മുഴുവനും വർജിക്കുക. കൊലപാതകം പാടില്ല, അതുപോലെ യതീമിൻ്റെ സ്വത്ത് അപഹരിച്ച് തിന്നാൻ പാടില്ല, അതിനകത്ത് നമ്മൾ കൃത്രിമം കാണിക്കാൻ പാടില്ല, അതുപോലെ അളവ് തൂക്കത്തിൽ കുറവ് വരുത്താൻ പാടില്ല, അളവും തൂക്കവും കൃത്രിമം കാണിക്കാതെ കൃത്യമായി അളന്ന് തൂക്കിക്കൊടുക്കുന്ന കാര്യം. പിന്നെ നീതി ഏത് സമയത്തും, അതൊരു പക്ഷേ നമ്മുടെ കുടുംബക്കാരുടെ വിഷയത്തിൽ കുടുംബക്കാർക്കെതിരെയാണ് നമ്മളുടെ വാക്കെങ്കിൽ പോലും നമ്മൾ നീതിയുക്തമായി ഇത് നിലപാടായിരിക്കണം എടുക്കേണ്ടത്. അത് നമുക്കെതിരാണെങ്കിൽ പോലും ചിലപ്പോൾ ശത്രുക്കൾക്ക് നമ്മളുടെ വാക്ക് അവരുടെ പ്രവൃത്തിയോട് യോജിച്ച് നിൽക്കുകയാണെങ്കിലും പക്ഷേ നമ്മൾ എപ്പോഴും നീതിയുടെ ഭാഗത്തായിരിക്കണം നിൽക്കേണ്ടത്. അവസാനമായി കരാറുകൾ പൂർത്തിയാക്കുന്ന വിഷയമാണ്. കരാറുകൾ കൃത്യമായി പൂർത്തിയാക്കുക. 10ാമതായി സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ മാത്രം നമ്മൾ സഞ്ചരിക്കുക. നേരായ മാർഗം വിട്ട് തെറ്റായ ശൈത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന പല മാർഗങ്ങളും ഉണ്ടാകും. ആ മാർഗങ്ങളിലേക്ക് പോകാതെ നേരായ മാർഗത്തിലേക്ക് മാത്രം നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുക എന്നുള്ള 10 ഉപദേശങ്ങളാണ് ഈ സൂറത്തിൻ്റെ അഥവാ സൂറത്തുൽ അൻആമിൻ്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ജുസുവിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത സൂറത്താണ് സൂറത്തുൽ ആറാഫ്. ഇതും മക്കിയായ സൂറത്താണ്. 208ഓളം ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഇതിലും തൗഹീദും റിസാലത്തും ആഖിറത്തുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ചർച്ച. അതുപോലെ തന്നെ ഖുർആൻ്റെ മുഅ്ജിസത്തും പിന്നെ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. ഓരോ പ്രവാചകന്മാർ, സമൂദ് ഗോത്രത്തിൽ അയക്കപ്പെട്ട പ്രവാചകൻ, ആദ് ഗോത്രത്തിൽ അയക്കപ്പെട്ട പ്രവാചകൻ, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ സംബന്ധിച്ച് ഹൂദ് നബി, സാലിഹ് നബി, അതുപോലെ തന്നെ നൂഹ് നബി, ഷുഐബ് നബി. പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയുള്ളത് മൂസാ നബിയുടെ തൂർസീന സംഭവവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. പക്ഷേ അത് അടുത്ത ജുസുയിലേക്ക് കടക്കും. ഈ ജുസുയിൽ ഏകദേശം ഇത്രയും പ്രവാചകന്മാരുടെ സംഭവങ്ങളെക്കുറിച്ച് നല്ല സവിസ്തരം എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. ഈ സൂറത്ത് ആറാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗവും നരകവും അല്ലാത്തൊരു സ്ഥലം. ഇപ്പം ഇവിടെ മുഅ്മിനീങ്ങളും അമലെ സാലിഹാത്തും ഒക്കെ ചെയ്ത സാലിഹീങ്ങളായ ആൾക്കാർ സ്വർഗത്തിൽ കടക്കുകയും അതുപോലെ തന്നെ സത്യനിഷേധികൾ നരകത്തിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ, അവരെ സംബന്ധിച്ചുള്ളൊരു പരാമർശം ഇതിലുണ്ട്. അവർ മുഅ്മിനീങ്ങളാണെങ്കിലും തിന്മയിൽ മുഴുകി ജീവിച്ചതിൻ്റെ പേരിൽ അവിടെ നന്മ തിന്മകൾ ഏകദേശം തുല്യമായതുകൊണ്ട് അവർ സ്വർഗത്തിലും നരകത്തിലും പോകാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കും. ആ സ്ഥലത്തിനാണ് ആറാഫ് എന്ന് പറയുന്നത്. ശേഷം കുറേ നാൾ കഴിഞ്ഞ് ഇവരും സ്വർഗത്തിലേക്ക് പോകും. അപ്പം ആ ഒരു പരാമർശം ഈ ആയത്ത് ഈ സൂറത്തിലുള്ളത് കൊണ്ട് ഈ സൂറത്തിന് സൂറത്തുൽ ആറാഫ് എന്നെന്ത് ചെയ്യുന്നു, പേര് വന്നിരിക്കുന്നു. പ്രധാനമായിട്ടും മനുഷ്യനെ വളരെ കൃത്യമായി മനുഷ്യരെല്ലാവരും ആദം സന്തതികളാണെന്നും അതുകൊണ്ട് പരസ്പര സഹകരണം, അതുപോലെ തന്നെ പരസ്പര സ്നേഹം, മനുഷ്യൻ്റെ മഹത്വം, ഇതെല്ലാം കൃത്യമായി ഈ സൂറത്തിൻ്റെ തുടക്ക സമയത്ത് അള്ളാഹു പരാമർശിക്കുന്നു. മനുഷ്യൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് അവൻ അള്ളാഹു കൊടുത്ത സ്ഥാനം, മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനുഷ്യന് കൊടുത്ത സ്ഥാനം അത്രമാത്രമാണ് എന്ന് നമ്മളെ ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ശേഷം ഹക്കും ബാത്തിലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് ഖിയാമത്ത് നാൾ വരെ തുടരുന്ന ഒരു പ്രക്രിയ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഏത് സമയത്തും ഹക്കുള്ള സമയത്തൊക്കെ ബാത്തിൻ്റെ ഒരു ശക്തി ഉണ്ടാകും. അപ്പോൾ ഹക്കും ബാത്തിലും ഏത് സമയത്തും ഖിയാമത്ത് നാൾ വരെ അത് ഏറ്റുമുട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ശൈത്താൻ്റെ ചതിയിൽ ഒരിക്കലും നമ്മൾ കുടുങ്ങിപ്പോകാൻ പാടില്ല എന്നുള്ള വിഷയം ഉണർത്തുകയാണ്. പിന്നെ ഈ സൂറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകദേശം 4 തവണ യാ ബനി ആദം എന്ന് പറഞ്ഞ് മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. 4 തവണ ഈ സൂറത്തിൽ അഭിസംബോധന ചെയ്യുന്നതും വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 4 തവണയും അള്ളാഹു പറയുന്ന വിഷയങ്ങളാണ്. അതിലൊന്നാമത് 10ാമത് റുക്കൂഇൽ മനുഷ്യനെ വിളിച്ചുകൊണ്ട് വസ്ത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അതൊരു അനുഗ്രഹമാണ്, മനുഷ്യന് വസ്ത്രം നൽകിയത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ അതേ റുക്കൂഇൽ തന്നെ ഇബ്ലീസിൻ്റെ ഫിത്ന, ആദം ഹവ്വ അലൈഹിമസ്സലാം
അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഇബിലീസ് വിലക്കപ്പെട്ട ഖനി ഭക്ഷിക്കാൻ കൽപ്പിക്കുകയും അതിലൂടെ അവരുടെ വസ്ത്രമഴിയുകയും ചെയ്ത വിഷയം. അവിടെയും വസ്ത്രമാണ് വിഷയം. കാരണം അത് കഴിച്ചതിന് ശേഷം അവരുടെ ഔറത്ത് പരസ്പരം വെളിവായി. അതായത് അവരുടെ ആ ഔറത്ത് വസ്ത്രം വെളിവായി. അപ്പോഴാ വസ്ത്രം അഴിപ്പിച്ചത് ഇബ്ലീസാണ് എന്നുള്ള പരാമർശം അതേ റുക്കുവിൽ തന്നെയുണ്ട്. മൂന്നാമതും യാ ബനി ആദം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അഭിസംബോധന ചെയ്യുകയാണ്. നിങ്ങളുടെ പള്ളികളിലേക്ക് പോകുമ്പോൾ, നമസ്കാരത്തിന് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സീനത്തുകൾ സ്വീകരിച്ചു കൊള്ളുക, അലങ്കാരം സ്വീകരിച്ചു കൊള്ളുക. മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇവിടെയും വസ്ത്രമാണ് ഉദ്ദേശമെന്നാണ്. അടുത്തതായിട്ട് നാലാമത്തെ വിളി, യാ ബനി ആദം എന്ന് പറഞ്ഞ് നാലാമത്തെ തവണ വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ തഖ്വ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഭയഭക്തി ഉള്ളവരാകുകയാണ് എങ്കിൽ നിങ്ങൾക്കൊന്നിനെയും പേടിക്കുകയും ഭയപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല എന്ന വിഷയമാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 3 തവണ ശൈത്താനുമായി ബന്ധപ്പെട്ട് ശൈത്താൻ മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് അവൻ്റെ വസ്ത്രം അഴിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ലജ്ജ ഇല്ലാതാകുകയാണ് എങ്കിൽ പിന്നെ അവൻ എല്ലാ തിന്മയ്ക്കും അതൊരു കാതലായി തീരും. ആ തിന്മ, അപ്പോൾ ലജ്ജ ഇല്ലാതാകുന്നത് ആദ്യം തൻ്റെ വസ്ത്രം അഴിയുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ കനി കഴിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണ്? അവരുടെ ഔറത്ത് വെളിവായി എന്നുള്ളതാണ്. അപ്പോൾ ശൈത്താൻ എല്ലാ കാലഘട്ടവും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. മനുഷ്യന് ലജ്ജ നഷ്ടപ്പെട്ടു പോകണം. ലജ്ജ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാൻ പറ്റും. ഇതാ ഫാത്തക്കൽ ഹയ ഉഫഫ് അൽ മാഷിത്ത, ലജ്ജ നഷ്ടപ്പെട്ടു ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളാനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലജ്ജ, ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും എന്നാൽ ധരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു സാഹചര്യം. അപ്പോൾ ഔറത്തിൻ്റെ ഭാഗങ്ങൾ വെളിവാക്കുന്ന ഒരു സാഹചര്യം, വളരെ മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുക, പരമാവധി ചുരുങ്ങിയ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുക, ഇതെല്ലാം ശൈത്താൻ്റെ അമലാണെന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറയുന്നത്. കാരണം ശൈത്താൻ മനുഷ്യനെ ആ രീതിയിലാണ് പ്രലോഭിപ്പിക്കുന്നത്. ഏത് രീതിയിൽ ഒരു മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കാം, അവനെ എങ്ങനെ ധിക്കാരിയാക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം എന്നത് അവൻ്റെ ലജ്ജ എടുത്തു മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന് വസ്ത്രം എന്നത് ഒരു സീനത്താണ്, ഒരു അലങ്കാരമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പം നമ്മൾ പണ്ട് കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം തിന്മകൾ കൂടുതൽ ഈ കാലഘട്ടങ്ങളിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? പുതിയ പുതിയ വസ്ത്രം, അതിൻ്റെ വ്യത്യസ്ത വസ്ത്രം, എങ്ങനെയൊക്കെ പുതിയ ഫാഷൻ, അതിലെല്ലാം തന്നെ എങ്ങനെ ഔറത്ത് വെളിവാക്കാം എന്നുള്ളതാണ് മനുഷ്യനെ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രം എങ്ങനെ അവരുടെ ഔറത്തുകൾ വെളിവാക്കാം, ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് ലജ്ജ എന്ന് പറഞ്ഞ ആ ഒരു ഗുണം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ തിന്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ആ തിന്മയുടെ തിന്മയിലേക്ക് കടക്കാനുള്ള വാതിലാണ് മനുഷ്യന് ആ ലജ്ജ നഷ്ടപ്പെട്ടു പോവുക എന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഏത് തിന്മ ചെയ്യുന്നതിനും മനുഷ്യന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് 3 തവണ യാ ബനി ആദം, യാ ബനി, മനുഷ്യ സന്തതിയെ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ഒരിക്കലും ശൈത്താൻ്റെ ചതിയിൽ വീണു പോകരുത്. അപ്പോൾ വീണു പോകുന്നതിൻ്റെ രംഗങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? ശൈത്താൻ ആദം ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിന് വിലക്കപ്പെട്ട ഖനി അത് ഭക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പോൾ ആദ്യം അവരോട് പറഞ്ഞത്, ആ ഖനി നിങ്ങൾ കഴിക്കുന്നത് പ്രശ്നമുണ്ടാകാം. കാരണം അള്ളാഹു അത് തടയാനുള്ള കാരണം, നിങ്ങളത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാലാകാലം എന്ത് ചെയ്യും? ഈ സ്വർഗത്തിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആ സമയത്ത് നിങ്ങളെ തടയാനുള്ള കാരണം. ആ സമയത്ത് നിങ്ങൾക്കിത് കഴിക്കാനുള്ള പാകത നിങ്ങൾ എത്തിയിട്ടില്ലാത്തത് കൊണ്ട് ആ സമയത്ത് തടഞ്ഞതാണ്. കാരണം നിങ്ങൾ കാലാകാലം സ്വർഗത്ത് നിൽക്കേണ്ടവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് തടഞ്ഞതാണ്. ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള പാകത എത്തിക്കഴിഞ്ഞു, ആ ഭക്ഷണം കഴിക്കാനുള്ള ശാരീരികമായ ആരോഗ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി നിങ്ങളത് കഴിച്ചുകൊള്ളുക എന്ന് ശൈത്താൻ അവരെ എന്ത് ചെയ്തു? പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും അവർ കഴിക്കുകയും ചെയ്ത സാഹചര്യമാണ് പരിശുദ്ധ ഖുർആനിൽ അവിടെ വിശദീകരിക്കുന്നത്.
അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു വിഷയമാണ് മക്ക മുശ്രിക്കീങ്ങളുടെ അടുക്കൽ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്ന ഒരു ദുർനടപടിയായിരുന്നു കഅബത്തുള്ള വിവസ്ത്രരായിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ അവിടെ ഇതേ വിഷയം തന്നെയാണ്, വസ്ത്രം അഴിച്ചു വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്ന ഒരു സാഹചര്യം അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുകയാണ്, വിശദീകരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയം, അതായത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സംവിധാനമായിരുന്നു, ഈ മക്കയിലുള്ള മക്കക്കാരായ ഖുറൈശികൾ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് മാത്രമേ വസ്ത്രം ധരിക്കാനുള്ള അധികാരമുള്ളൂ. ബാക്കിയുള്ളവർ വെളിയിൽ നിന്ന് വരുന്നവർ ഒന്നുകിൽ ഇവരുടെ വസ്ത്രം വാങ്ങിച്ച് ധരിക്കണം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, വസ്ത്രം ധരിക്കാൻ പാടില്ല. കാരണം തിന്മകൾ ചെയ്ത വസ്ത്രങ്ങളാണ്, ആ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ട് വേണം തവാഫ് ചെയ്യാൻ. അപ്പോൾ കഅബത്തുള്ളാഹിക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ ശൈത്താൻ മനുഷ്യനെ എന്താണ് ചെയ്തത്, അവൻ്റെ വസ്ത്രം അഴിപ്പിക്കാനാണ് നോക്കിയത്. അപ്പോൾ ഏറ്റവും ആദ്യം ശൈത്താൻ ഒരു സമൂഹത്തെ നശിപ്പിക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം എങ്ങനെ അവരുടെ വസ്ത്രം അഴിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. അതിനുശേഷം മറ്റൊരു വിഷയമാണ് കുൽ മൻ ഹറമ സീനത്തല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് ഹലാലാക്കിയ വസ്തുക്കളെ നമ്മുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നമ്മളുടെ പുതിയ നിയമങ്ങൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ഹറാമാക്കാനുള്ള അധികാരം നമുക്കില്ല. അതാരാണ് അല്ലാഹു അലങ്കാരമാക്കി തന്ന വസ്തുക്കളെ ഹറാമാക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് മക്കാ മുശ്രിക്കീങ്ങളുടെ ആ ദുരാചാരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അള്ളാഹു ഹലാലാക്കിയ പല മൃഗങ്ങളെയും അവർ കഴിക്കാതെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കുമായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരൊട്ടകത്തിന് തുടർച്ചയായിട്ട് പെൺമൃഗങ്ങൾ ജനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുമായി ബന്ധപ്പെട്ട് ചില മൃഗങ്ങളെ ദൈവ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അവരെന്ത് നേർച്ച ചെയ്തു വിടുന്നു. ഇതിൻ്റെയൊക്കെ പേരിൽ അവർ ആ മൃഗങ്ങളെ ഭക്ഷിക്കാതിരിക്കുന്നു. അപ്പോൾ അള്ളാഹു ചോദിക്കണം, അള്ളാഹു ഹലാലാക്കിയതിനെ ആരാണ് ഹറാമാക്കാനുള്ളത് എന്ന്. ഇതേപോലെ തന്നെയാണ് അള്ളാഹു ഹലാലാക്കിയ പല കാര്യങ്ങളും നമ്മൾ കൂടുതൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മുടെ മേൽ ഹറാമാക്കുന്നത്. ഇതും പാടില്ലാത്ത കാര്യമാണ്. ഹദീസിൽ കാണാൻ കഴിയും, ഒരിക്കൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അബൂദർദ റളിയല്ലാഹു തന്നെ വിലക്കുന്ന ഒരു സാഹചര്യം, കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്തതിൻ്റെ പേരിൽ തൻ്റെ കുടുംബവുമായിട്ടുള്ള കുടുംബജീവിതം അദ്ദേഹത്തിന് അതിനകത്ത് അശ്രദ്ധ കാണിച്ചതിൻ്റെ പേരിൽ അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിനെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ശകാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് 12ഉം 13ഉം റുക്കൂകളിൽ രണ്ട് ഗ്രൂപ്പുകൾ, ഒന്ന് ഹക്കിൻ്റെ ഗ്രൂപ്പ്, പിന്നൊന്നും ബാത്തിലിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ ഹക്കിൻ്റെ ഗ്രൂപ്പ് സ്വർഗത്തിലും ബാത്തിലിൻ്റെ ഗ്രൂപ്പ് നരകത്തിലുമായിരിക്കും. അപ്പോൾ ഈ സ്വർഗത്തിലും നരകത്തിലുമായിട്ട് രണ്ട് ഗ്രൂപ്പുകളായിട്ട് അള്ളാഹു തിരിക്കുന്നൊരു വിഷയമാണ് അവസാന ഘട്ടത്തിൽ ഇതിൽ പറയുന്നത്. ഇതിൽ ഈ ഹക്കിൻ്റെ ഗ്രൂപ്പുകാർ, അതായത് സ്വർഗത്തിലുള്ളവർ നരകത്തിലുള്ളവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ പറയുന്നുണ്ട്. അതിൽ നരകത്തിലുള്ളവർ അവരുടെ കഷ്ടപ്പാടുകളുടെ പേരിൽ അവർ സ്വർഗത്തിലുള്ളവരോട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ തരാനും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം. അപ്പോൾ ഇവർ പറയും, ദുനിയാവിൽ വെച്ച് ഞങ്ങൾ എത്ര തവണ നിങ്ങളടുത്ത് പറഞ്ഞതാണ് നേരായ മാർഗത്തിൽ വരിക, ഏകദൈവ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരിക എന്നൊക്കെ നമ്മൾ എത്ര തവണ നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ കേട്ടില്ലല്ലോ, ഇന്ന് നിങ്ങളിത് അനുഭവിക്കുകയാണ്. ഇവർക്കൊന്നും അങ്ങോട്ട് സഹായിക്കുകയില്ല. അവർ ആ നരകത്തിൽ കിടന്ന് എന്ത് ചെയ്യും, അനുഭവിക്കുക തന്നെ ചെയ്യും. ഇതിൽ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് നേരത്തെ നമ്മൾ തുടക്കം സൂചിപ്പിച്ചതുപോലെ അറാഫ്. അതായത് അവരുടെ നന്മതിന്മ ഏകദേശം തുല്യമാണ്. കുറച്ച് സമയം അവരെന്ത് ചെയ്യും, സ്വർഗത്തിലും നരകത്തിലും ഇല്ലാതെ ഉണ്ടാകും. അതിനുശേഷം ഇവരെയും ഈമാനിൻ്റെ പേരിൽ അവരുടെ ബാക്കിയുള്ള പാവങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുത്ത് ഇവരെയും സ്വർഗത്തിലേക്ക് കയറ്റുന്ന ഒരവസ്ഥ. ഈ കൂട്ടരും ഈ നരകവാസികളും തമ്മിലുള്ള സംഭാഷണങ്ങളും ആ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അത് കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അമ്പിയാക്കളുടെ സംഭവങ്ങളാണ് കൂടുതലായിട്ട് വിവരിക്കുന്നത്. അതിൽ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം, അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായമാണ് ആദ് എന്ന് പറയപ്പെടുന്ന സമുദായം. ആദ് സമുദായത്തിൻ്റെ പ്രത്യേകത, അവർ യമൻ ഭാഗത്ത്, യമൻ്റെ ഹദറമൗത്ത് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഈ ആദ് സമുദായം ഉണ്ടായിരുന്നത്. ഏകദേശം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സമുദായം ഉണ്ടായിരുന്നത്. അപ്പം ഹദറമൗത്തിൻ്റെ അടുത്തുള്ളൊരു പ്രദേശത്തുണ്ടായിരുന്ന സമുദായമാണ്. വളരെ ശക്തന്മാരായിരുന്നു, കല്ലുകൾ കൊത്തി
അതിനകത്ത് തന്നെ അവർ വീടുകൾ ഉണ്ടാക്കും, അതുപോലെ തന്നെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് മുഅ്മിനീങ്ങൾ മാത്രം ബാക്കിയായി. ബാക്കിയുള്ളവരെല്ലാവരും കപ്പലിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും കപ്പലിൽ ബാക്കിയായവർ മുഅ്മിനീങ്ങൾ മാത്രമാകുകയും പിന്നെ ഈ സമുദായം അടുത്ത ഇവരുടെ തലമുറയിൽ എന്ത് ചെയ്യും? ദുരാചാരങ്ങളും അതുപോലെ തന്നെ സത്യനിഷേധവും ശിർക്കുമെല്ലാം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമുദായത്തിൽ നിന്ന് വന്നതാണ് ഈ ആദ് സമുദായം. അപ്പോൾ വീണ്ടും ഇവരിൽ എന്തുണ്ടായി? ഈ പറയപ്പെട്ട ശിർക്കുകളെല്ലാം ഉണ്ടായി. അങ്ങനെ അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തായാലും ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ താക്കീതുകളെല്ലാം ചെയ്തെങ്കിലും ഇവർ കൂടുതൽ ആൾക്കാരും അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ആദ്യം വരൾച്ച കൊണ്ട് ശിക്ഷിച്ചു, വെള്ളം കിട്ടാനില്ല. പക്ഷെ അതും അവർ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നഹൂസത്തിൻ്റെ പേരിലാണ്. അതായത് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എരണം കെട്ട വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെയും അവർ ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുന്നതിന് പകരം ആ രീതിയിലാണ് അതിനെ പ്രതികരിച്ചത്. അങ്ങനെ 8 ദിവസത്തെ തുടർച്ചയായ കാറ്റിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അടുത്ത ഗോത്രമാണ് സമൂദ് ഗോത്രം. ഇവരിലേക്ക് അയക്കപ്പെട്ട നബിയാണ് സാലിഹ് നബി. ആ സമൂദ് ഗോത്രത്തിലെ തന്നെ പ്രവാചകനാണ്, ആ ഗോത്രത്തിൽ തന്നെ ഉള്ള പ്രവാചകനാണ് സാലിഹ് നബി. ഇത് സമൂദ് ആ ഗോത്രത്തിലെ ഏറ്റവും അവരുടെ ഏറ്റവും ഒരു പിതൃവ്യൻ്റെ പേരാണ് സമൂദ് എന്നത്. അപ്പോൾ ഈ പ്രവാചകൻ്റെ ഈ ദഅവത്ത്, നിരന്തരമുള്ള ദഅവത്ത്, അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ കാലഘട്ടം വരെ അദ്ദേഹം ദഅവത്ത് ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമേ അദ്ദേഹത്തെയും അംഗീകരിക്കാൻ തയ്യാറായുള്ളൂ. ഇതേപോലെ മോജിസാത്തുകൾ ചോദിച്ചു. അങ്ങനെ ചോദിച്ച മോജിസത്തിൽപ്പെട്ട ഒന്നാണ് പാറയിൽ നിന്നൊരൊട്ടകത്തെ പുറപ്പെടുവിക്കണം എന്ന് ചോദിക്കുകയും അദ്ദേഹം ദുആ ചെയ്ത് അങ്ങനെ ഒരു ഒട്ടകത്തെ പുറപ്പെടുവിച്ചപ്പോഴും പക്ഷേ എന്നിട്ടും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ആ ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്ന് പ്രത്യേക നിബന്ധന വെച്ചെങ്കിലും അവരിൽ ഒരാൾ ആ ഒട്ടകത്തെ അറുത്ത് കളയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷ ആ സമുദായത്തിനുമുണ്ടായി. ഈ ഗോത്രമുണ്ടായിരുന്നത് അറബും ഷാമിൻ്റെയും ഇടയിലുണ്ടായിരുന്ന ഒരു പ്രദേശം, ഹിജ്ർ എന്ന് പറയും. ആ പ്രദേശത്താണ് ഈ ഗോത്രമുണ്ടായിരുന്നത്. ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത് മദായിൻ സാലിഹ് എന്നാണ്. ഇന്നും ആ സ്ഥലം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഗോത്രക്കാരുടെ ചില ശേഷിപ്പുകളും അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച് കളഞ്ഞു. ഇവരെ ശക്തമായ ഭൂമി കുലുക്കവും അതുപോലെ തന്നെ വലിയ ഒരു ശബ്ദവും, ആ ഒരു ശബ്ദത്തിൽ ഇവരെല്ലാവരും എന്ത് ചെയ്തു? നശിച്ച് നാമാവിശേഷമായി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരിൽ നിന്നും മുഅ്മിനീങ്ങളെ മാത്രമാക്കി. പിന്നെ അതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി, ഹൂദ് നബിയുടെ സംഭവം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, അദ്ദേഹം ഇറാഖിലുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവരെ രണ്ടുപേരെയും 2 സമുദായത്തിലേക്കാണ് അയച്ചത്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം ലോകത്ത് ആദ്യമായി പുതിയൊരു തിന്മ, അതായത് ഹോമൽ സെക്സ്വാലിറ്റി നടത്തിക്കൊണ്ടിരുന്ന ഒരു സമുദായമാണവർ. ഇതിനു മുമ്പ് ലോകത്ത് ആരും തന്നെ ഇങ്ങനൊരു തിന്മ ചെയ്തിരുന്നില്ല. അത് വലിയൊരു തിന്മയായിരുന്നു. അപ്പോൾ അതിനെതിരെ ആ ജനങ്ങളെ ഉത്ബോധനം നടത്തുകയും അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തു ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ അവരും എന്ത് ചെയ്തില്ല? കൂടുതൽ പേരും അള്ളാഹുലേക്ക് മടങ്ങാൻ തയ്യാറായില്ല. അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്ന ഒരു സംഭവമുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം നമ്മൾ നേരത്തെ ഉള്ള ജുസുകളിൽ നമ്മൾ കേട്ടതാണ്. ചുരുക്കത്തിൽ ഈ പ്രവാചകന്മാരെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയുമുണ്ട് ഈ സൂറത്തിൽ അടുത്ത മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം വരുന്നുണ്ട്. ഈ ജുസുവിനകത്ത് ഈ പ്രവാചകന്മാരുടെ സംഭവമെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് മുഅ്മിനീങ്ങൾക്കൊരു ഉത്ബോധനം നൽകുകയാണ്. നമ്മൾ യഥാർത്ഥ തൗഹീദിലേക്ക് മടങ്ങണം. ഇതുപോലെ തന്നെ ഷുഐബ് നബിയുടെ സംഭവം ഇതിൽ തന്നെ പറയുന്നുണ്ട്. അളവ് തൂക്കത്തിൽ എന്ത് ചെയ്ത് കൃത്രിമം കാണിച്ചവരാണ്. അപ്പോൾ അവരുടെ വിഷയവും പറയുന്നുണ്ട്. അപ്പം അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പ്രബോധനം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ നശിപ്പിച്ച കാര്യങ്ങളെല്ലാം ഈ പറയപ്പെട്ട ഈ സൂറത്തിൽ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ഈ സൂറത്തിൽ മാത്രമല്ല, ഇത് കൂടാതെ തന്നെ ഒട്ടനവധി 7 8 സൂറത്തുകളിൽ ഇവരുടെ ഈ വിഷയങ്ങളെല്ലാം വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്ത ശൈലിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പരാമർശിക്കുന്നു. മുഅ്മിനീങ്ങൾക്കൊരു ഗുണപാഠമാകാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് മടങ്ങാൻ വേണ്ടി. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും.